അങ്ങനെ ഞാൻ ആ പടം കണ്ടു. എന്താണ് പ്രൊണൗൺസിയേഷൻ വേറെ എന്തോ ആണ്. ഡെയ്സിറെ എന്നാണ് ഞാൻ പറയുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ടു AC വ്ളോഗ്സ്. അപ്പൊ പടം കണ്ട് വന്നിരിക്കുകയാണ്. സാധാരണ ഞാൻ ഇങ്ങനെ പ്രേതപടം കാണുന്നത് വെച്ച് കഴിഞ്ഞാല് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോഴാണല്ലോ ഈ സൗണ്ട് ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് വരുമ്പോൾ നമ്മൾ ഞെട്ടിയിട്ട് ഇങ്ങനെ പേടിക്കില്ലേ. അപ്പൊ ആ ഫീലൊക്കെ നന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരിക്കണം, സൗണ്ട് ഒന്നും ഉണ്ടാവരുത്. പൊതുവെ ഞാൻ ഈ പ്രേതപടം തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ കാണാറില്ല, കാരണം എനിക്ക് അങ്ങനെ ഇതാവത്തില്ല. അങ്ങനത്തെ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഭൂതകാലം കാണാനുണ്ടായത്. ഭൂതകാലം ഞാനൊരു നട്ടുച്ചയ്ക്ക് ഞാനൊരു പെങ്ങളും കൂടി ഇരുന്നിട്ട് നട്ടുച്ചയ്ക്ക് ഇരുന്നാണ് കണ്ടത്. ആ സാധനം നട്ടുച്ചയ്ക്ക് ഇരുന്ന് കണ്ടിട്ട് എനിക്കുണ്ടായ പേടിയുണ്ടല്ലോ, എന്റെ പൊന്നേ. ആ ടീമിന്റെ തന്നെ പടമായോണ്ടാണ് ഞാൻ ഈ ഡൈസറെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. സത്യം പറഞ്ഞ ഭൂതകാലം ആ നട്ടുച്ചയ്ക്ക് കണ്ടിട്ട് എനിക്ക് പേടിയായി. അപ്പൊ ഞാൻ ആ സമയത്ത് വിചാരിച്ചെന്താ വെച്ചാൽ ശരിക്കും ഇത് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. അപ്പൊ ഇനി ഈ ടീമിന്റെ ഒരു പടം വരുമ്പോ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ട് മാത്രം പോയി കണ്ട പടമാണത്. പടം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നന്നായി പണിയെടുത്തിട്ടുണ്ടാവുമാര്. എന്താണ് ഭൂതകാലം ഈ പടവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ആരെയും ചോദിക്കാൻ 100% നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ മേക്കിംഗ് ആണ്. മേക്കിങ്ങും BGM-ഉം ഞാൻ ഒന്നും എടുത്ത് പറയുന്നില്ല. BGM ഒക്കെ എന്റെ അമ്മോ ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് അടിപൊളിയായിട്ട് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് മനസ്സിലാവും. ശരിക്കും ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീനിലോട്ട് പോവില്ലേ, അത് ആ സീനിലോട്ട് ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് തീരെ മനസ്സിലാവത്തില്ല. ഒരു രാത്രി വന്നിട്ട് രാവിലെ ആവണതും രാവിലെ വന്ന് രാത്രി ആവണതും രക്ഷയില്ലാണ്ട് സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്ത് വെച്ചിരിക്കണം. തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാലോ, ഈ സാധനം ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരുന്നിട്ട് രാത്രി കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഞെട്ടിയാനെ. പ്രണവിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രണവിന്റെ അവസാനത്തെ പടം എന്ന് വെച്ചാൽ ദുരന്തേഷ് പടമായിരുന്നല്ലോ വർഷങ്ങൾക്ക് ശേഷം. അപ്പോ അതൊക്കെ വെച്ചിട്ടാണ് എനിക്കാണെങ്കിൽ പ്രണവിനത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഈ പടത്തില് പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചുറ്റൂർ ആക്ടേഴ്സ് ഒന്നുമില്ല, പക്ഷെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആക്ട് ചെയ്യില്ലേ, ക്യാമറയുടെ മുന്നിൽ അങ്ങനെ ആക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രണവ് അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പ്രേതമുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ആ ക്യാമറ മുന്നിൽ കിടന്ന പുള്ളി കാട്ടിക്കൂട്ടുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ജിബിൻ ചേട്ടന്റെ കാര്യം പറയണം. ജിബിൻ ചേട്ടൻ നല്ല നൈസായിട്ടുണ്ട്. ഒരു നൈബർ ക്യാരക്ടറാണ്, പക്ഷെ ആള് സാധാ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു ചേട്ടൻ, ഒരു നൈബർ. പുള്ളി വന്നിട്ട് ആക്ട് ചെയ്യണ പുള്ളിയൊക്കെ നന്നായി രസമായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടിയും സ്റ്റോറി ഉണ്ട്. ഈ ഭൂതകാലത്തിനെക്കാട്ടിയും കുറച്ചും കൂടി സ്റ്റോറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. എല്ലാവരും അപ്പൊ തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പടം പെട്ടെന്ന് തീരും. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. കുറച്ചുള്ളൂ പടം, കുറച്ചും കൂടിയും വേണമായിരുന്നു. കുറച്ചും കൂടിയും ചില കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഡൗട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, ഒറ്റയ്ക്ക് പോയി കാണാൻ നോക്കുക, എന്നാലേ നമുക്ക് ഫീൽ ആവും. ആൾക്കാർ പിന്നെ ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്രേതപടമൊക്കെ കാണാൻ പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ക്രൗഡിന്റെ ഇടയിൽ ഇരുന്നിട്ട് പ്രേതപടം കണ്ടു കഴിഞ്ഞാല് ഒരു ഫീൽ ഉണ്ടാവില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതം വരുമ്പോ അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അടുത്ത് നിന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ പ്രേതപടം കാണാനുള്ള ആ ഫീൽ അങ്ങ് പോകും. നമ്മളങ്ങനെ ഒറ്റയ്ക്കിരുന്ന്, അതേ ഞാൻ പറഞ്ഞു, ഈ പ്രേതപടം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരുന്ന് ഒരു രാത്രി സമയത്ത് ഇരുന്ന് കാണണം. അപ്പൊ നമുക്ക് എന്നുള്ള ഫീലൊക്കെ വരത്തുള്ളൂ. അല്ല, ഞാൻ ഇന്ന് കാണാൻ പോയപ്പോ അടുത്തല്ല ബാക്കിൽ ഇരുന്ന് ഒരു പെങ്കുച്ച് ഒരു സീനുണ്ട്. അപ്പൊ ആ സീനിൽ ഇങ്ങനെ പേടിക്കുന്ന സീന് അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് കൊടുക്ക സൗണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ആ ഫീല് കുറച്ചൊക്കെ പോയി. എനിക്ക് അതുകൊണ്ട് ഞാൻ പറയല്ലേ, സാധാരണ ഭൂതകാലത്തിന് വെച്ച് കമ്പയർ ചെയ്യരുത് ഈ പടം. എനിക്കത്ര വലിയ പേടിയായില്ല. ചിലപ്പോൾ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോ ഇങ്ങനെ സൗണ്ട് ഒക്കെ കേട്ടോണ്ടായിരിക്കണം എനിക്ക് അധികം അങ്ങോട്ട് പേടിയായില്ല. ഞാൻ അതിന് റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. സോ വേറെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.